ആറ്റക്കോയത്തങ്ങളെ നാറ്റക്കോയയാക്കാൻ ഒട്ടേറെ പേരാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹാമിദ് എന്നാക്കിക്കും. അങ്ങനെയല്ലേ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിയൽ കാർഡിൽ ഉള്ളത്? ഈ തങ്ങൾ നാറ്റ പാറ്റ എന്നെല്ലാം പറയുന്നത് തികച്ചും ശരിയല്ലാത്ത കാര്യമാണ്. ഇദ്ദേഹം തങ്ങളല്ല എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബഹുമാന സൂചകമായ തങ്ങളെന്ന പദം ഹബീബായ തങ്ങളുടെ പേരമക്കളെ വിളിക്കുവാനാണ് മുസ്ലിങ്ങളായ കേരളത്തിലുള്ള ജനങ്ങൾ ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ അത് വിട്ടാളാം. സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ ഗുരുതര ആരോപണങ്ങളുമായി നേരിട്ട സ്ത്രീയുടെ രണ്ടാമത്തെ വീഡിയോയും പുറത്തു വന്ന സാഹചര്യത്തിൽ അവർ ഒട്ടേറെ തെളിവുകൾ കാണിക്കുന്നു. അതുകൂടാതെ 4 സ്ത്രീകൾ അവരുടെ കൂടെ ഇതിനേക്കാളും മികച്ച തെളിവുമായി ഉണ്ടെന്നും അവർ പറയുന്നു. കൂടാതെ തൻ്റെ കയ്യിലും ചാറ്റ് ചെയ്തതിൻ്റെ തെളിവുണ്ടെന്ന് പറഞ്ഞ് വാട്സപ്പിൻ്റെ സ്ക്രീൻ ഷോട്ട് അവർ കാണിക്കുന്നുണ്ട്. എന്നാൽ ആ സ്ക്രീൻഷോട്ടിൽ ഞാൻ നോക്കിയത് മറ്റൊന്നാണ്. ഇവർ അങ്ങോട്ടാണ് ആദ്യം മെസ്സേജ് അയച്ചിട്ടുള്ളത്. അത് ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് തങ്ങളുടെ ഒരു കോള്, പിന്നീട് 2 വോയിസ് അയച്ചതിൽ ഒന്ന് ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലും മറ്റു 2 ഇവർ അയച്ച വോയിസുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു തെളിവ് എങ്ങനെയാണ് വിശ്വാസയോഗ്യമായി എടുക്കാൻ കഴിയുക? നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ വെളിപ്പെടുത്തുന്നത്? തങ്ങൾ കുലുക്കമില്ലാതെ മുന്നോട്ട് എന്ന് പറഞ്ഞ നിലയിലാണ് 8000 പേർക്കുള്ള നോമ്പ് തുറയാണ് ഇന്ന് തങ്ങൾ സംഘടിപ്പിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളമായി കാശ് ലഭിക്കുന്നുണ്ടെന്നും ഇനി നിങ്ങൾ ആരും ഒന്നും നൽകേണ്ടതില്ല എന്നും അത്യാവശ്യത്തിനുള്ള കാശ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെന്നും തങ്ങൾ ഒരു വേദിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ യത്തീമക്കൾക്ക് വേണ്ടി ഒരു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി തങ്ങൾ ലൈവിൽ അപ്പോഴുള്ളവരോട് 6666 രൂപ തന്നാൽ ഇപ്പോൾ നമുക്ക് ആ സ്ഥലം വാങ്ങാമെന്നും അല്ലെങ്കിൽ അത് നമ്മുടെ കൈവിട്ടു പോകുമെന്നൊക്കെ പറയുന്നതാണ്. തങ്ങൾ എല്ലാവരുടെ കയ്യിൽ നിന്നും അത്രയും തുക വാങ്ങുന്നു എന്ന് പറഞ്ഞത് അത് നിർബന്ധമായി നിങ്ങൾ തരണം എന്ന് പറഞ്ഞിട്ടില്ല, ശ്രമിക്കുവാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇവർ തങ്ങളുമായി സംസാരിച്ച വോയിസുകൾ പുറത്തുവിടാത്തത് എന്താണ്? ഇതൊക്കെ പറഞ്ഞിട്ടും പിന്നെ അത് വിടും എന്ന് പറയുകയല്ലാതെ എന്തുകൊണ്ടാണ് അത് വിട്ടു നൽകാത്തത്? ഒരു സ്ത്രീ തങ്ങളെക്കുറിച്ച് പറയുന്ന വോയിസുകളും പുറത്തു വന്നു. അവിടെ കുറേ കാശായി പാവങ്ങൾക്കൊന്നും പോകാൻ കഴിയില്ല എന്ന്. ഹാമിദ് ആറ്റക്കോയത്തങ്ങളുടെ അടുത്ത് ധാരാളം പേർ പല പ്രശ്നങ്ങളുമായി വരാറുണ്ട്. അവർക്കെല്ലാം തങ്ങളും കാശ് നൽകാറുണ്ട്. അതുപോലെ ഒട്ടനേകം വീഡിയോസ് എല്ലാം എല്ലാ ജനങ്ങളും കണ്ടതാണ്. തങ്ങൾ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നതുമെല്ലാം. ഇത് എന്തിന് തടയപ്പെടണമെന്നുള്ളത് ആലോചിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇദ്ദേഹം തങ്ങളാണെങ്കിൽ ഇദ്ദേഹത്തെ സമൂഹത്തിൽ വളരെ മോശപ്പെടുത്തുന്നത് വലിയ കുറ്റമാണ്. മുസ്ലിങ്ങളെ അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് ഇദ്ദേഹം ചെയ്യുന്നത് ആത്മീയ ചൂഷണം തന്നെയാണെങ്കിൽ തടയപ്പെടേണ്ടതും പരിശോധിക്കപ്പെടേണ്ടതുമാണ്. അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. വ്യക്തമായ തെളിവുണ്ടെങ്കിൽ തങ്ങളുടെ നേരെ നിയമ നടപടി എടുക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ടല്ലോ. എന്നിട്ട് അത് ചെയ്യാതെ വെറുതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നത് മോശമല്ലേ?